ചില ആൾക്കാർ നമ്മൾ ഇടപഴകും അല്ലെങ്കിൽ നേരിട്ട് സംസാരിക്കും ഭയങ്കര നല്ല സ്വഭാവമായിരിക്കും അല്ലെങ്കിൽ നല്ല രീതിയിൽ സംസാരിക്കാം. എന്നാൽ ഓരോ സോഷ്യൽ മീഡിയ പോസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ വളരെ ഹെയ്റ്റായിട്ടുള്ള അല്ലെങ്കിൽ ആൾക്കാർക്കെതിരെ വളരെ വൃത്തിയായിട്ട ഭാഷയിലൊക്കെ സംസാരിക്കുന്ന രീതിയിലൊക്കെ പോസ്റ്റ് ഇടുന്നത് ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിലും. പിന്നെ അതിൽ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഇൻസ്റ്റാഗ്രാം കമൻറ്റ്സ്. ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ വളരെ വൈറലായിട്ടുള്ള ഒരു കണ്ടന്റ് ഇടയിൽ ഹെയ്റ്റ് കമൻറ്റ്സ് ഇല്ലാത്ത ഒരു പോസ്റ്റ് ഉണ്ടാവില്ല. അത്ര വൃത്തിയായിട്ട രീതിയിൽ ഇതാണ്. അതുപോലെ തന്നെ നമ്മൾ ആളുകളുടെ ഈ അനോണിമിറ്റി ഓക്കെ, അതൊരു നല്ലൊരു ഓപ്ഷനാണ്. എന്താ പറഞ്ഞാല് സ്വന്തം പ്രൊഫൈൽ കാണിക്കേണ്ടി വരുന്നില്ല, മുഖം കാണിക്കേണ്ടി വരുന്നില്ല, ഒന്നും കാണിക്കാതെ ഒരു അക്കൗണ്ടിൽ നിന്ന് ഫേക്ക് അക്കൗണ്ട് ആയിരിക്കും ചിലപ്പം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഒരാളെ പോസ്റ്റ് എടുത്ത് വെച്ചാൽ അയാൾ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നല്ല, സത്യം അതല്ല. നമ്മൾ ഊഹിക്കാണ് ഇവന് കഞ്ചാവാണ്, ഇവന് ഡ്രഗ് അഡിക്റ്റ് ആണ്, ഇവൻ അങ്ങനെയാണ് ഒരാളെ പെട്ടെന്ന് അടിച്ചിട്ട് ഈയാക്കുമ്പോൾ തന്നെ എന്നുള്ള ഊഹത്തെ സൂക്ഷിക്കാന്ന് പറയുന്നത് ഇതൊക്കെ കൂടിയാണ്. എന്നുവെച്ചാൽ നമ്മള് ആൾക്കാരെ ഏതൊക്കെ രീതിയിൽ നമ്മൾ പറയുമ്പോൾ എന്നുവെച്ചാൽ നിങ്ങൾ ഊഹത്തെ സൂക്ഷിക്കുക. നിങ്ങൾ അപ്പോൾ ആൾക്കാരെന്താണ് എന്തെങ്കിലും ഒരു മീഡിയ ആരോപണങ്ങൾ ഉന്നയിക്കും. ഇപ്പൊ പ്രതിക്കെതിരെ അല്ലെങ്കിൽ ഒരാൾ അക്യൂസ്ഡ് ആണ്, അപ്പോൾ അതിന്റെ അടിയിൽ ഫുള്ള് ഇവൻ ഇങ്ങനെയാണ്, ഇവന് മറ്റേ ചെയ്തിട്ടുണ്ട്, ഇവൻ ഇങ്ങനെ ആയിരിക്കും ഒരു ടൈപ്പ് ഓഫ് സത്യം അവിടെ ഉണ്ട്. പക്ഷെ നമ്മൾ സത്യം വരുന്നവരെ നമ്മൾ കാത്തിക്കുക എന്നുള്ളതാണ്. അവിടെയാണ് മൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. ആരെങ്കിലും അല്ലാഹുവിൽ അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നുണ്ടോ അവൻ ഒന്നെങ്കിൽ സത്യം പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കട്ടെ. സത്യം വരുന്നവരെ നമ്മൾ മിണ്ടാണ്ടിരിക്കുക. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. നമ്മളെ ഇത്തഖില്ലാ ഹൈസുമാ കുന്ത, ഈ ഹദീസ് ഓർമ്മയുള്ള ഏതെങ്കിലും മനുഷ്യന് ഏതെങ്കിലും അർത്ഥത്തിൽ സോഷ്യൽ മീഡിയയിൽ എൻഗേജ് ചെയ്യുമ്പോൾ മോശം, ഇപ്പോൾ ഹെയ്റ്റ് കമന്റ് ഇടാൻ തോന്നുകയാണ്, ഇത്തഖില്ലാ ഹൈസുമാ കുന്ത. എവിടെ ആയിരുന്നാലും നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിലും പഠിച്ചോനെ ഓർമ്മ വേണം, പഠിച്ചോനെ ഭയക്കണം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഹെയ്റ്റ് കമന്റ് ഇടാൻ പറ്റുന്നത്? എത്ര അനോണിമിറ്റി ഉണ്ടായാലും എത്ര ഓന് മറക്കുള്ളിലാണെന്ന് തോന്നിയാലും ഇടാൻ കഴിയില്ലല്ലോ. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. എന്താ നമ്മള് ഇങ്ങനെ ഒരു നിലക്ക് ആലോചിക്കുന്നില്ല. വാല്യൂ ഇപ്പോൾ ഒരു വാക്കിന് എത്ര വാല്യൂ ഉണ്ട്, അത് ഇപ്പൊ എന്നാ പ്രശ്നമില്ല. എത്ര വാക്കുകൾക്കും വാല്യൂ ഇല്ലാതെ നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാം, കമന്റ് ഇടാം. ഒരു വാക്ക് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ അത്രയും വാല്യൂ ഉള്ളതാണ്. ഇപ്പൊ ഹദീസുകളിൽ നിരന്തരം ഒരുപാട് ഹദീസുകളിൽ വന്നിട്ടുണ്ട് ഒരു വാക്കുണ്ടാക്കുന്ന ഫിത്ന. ആ ഒരു വാക്ക് എവിടേക്ക് എത്തും? ഇന്നർ റജുലുള്ള എത്തക്കല്ലമ ബിൽ കലിമ. ഒരു വാക്ക് സംസാരിക്കുകയാണ്, പക്ഷെ അവനെ അറിയുന്നില്ല അതെവിടൊക്കെ സഞ്ചരിക്കും, അതെവിടൊക്കെയോ യാത്ര ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ഒരിക്കലും അവനെ അറിയുന്നില്ല. ചിലപ്പോൾ അത് നല്ല രീതിയിലായിരിക്കും, അതുകൊണ്ട് അവനെ സ്വർഗത്തിലേക്ക് എത്തും. പക്ഷെ ആ വാക്ക് അതേപോലെ എന്ത് ചെയ്യും? അവനെ നരകത്തിലേക്ക് എത്തിക്കും. ഇമ്മായിൽ അൽ ജന്ന. ആ സാധനം, ആ വാക്കിന് പലപ്പോഴും ആ വാക്കുകൊണ്ട് മാത്രം ഒരു മനുഷ്യന് കേടാവും. ഒരു കമൻറ്റോട് മാത്രം ഒരു മനുഷ്യന് എന്ത് ചെയ്യാൻ പറ്റും? നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു തരത്തിലുള്ള വാല്യൂവും വാക്കിന് കൊടുക്കാതെ, വാക്കെന്ന് പറഞ്ഞാൽ വാഗ്ദാനമല്ല, നമ്മുടെ വാക്കുകൾക്ക് ഓരോ വാക്കിനും ഒരു വിലയും കൽപ്പിക്കാതെ നമ്മളിങ്ങനെ നിർത്താതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നിർത്താതെ കമൻ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്, ന്യൂസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വാല്യൂ ഇപ്പം ഇല്ല ഒരു വാക്ക് എന്ന് പറഞ്ഞാൽ. പണ്ടൊക്കെ ഇങ്ങനെ പറയില്ല, ഇപ്പോൾ യുദ്ധങ്ങളൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരു വാക്ക്, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം പറയുമ്പോൾ അതിൽ ഒരു വാക്കിന് വേണ്ടിയിട്ടാണ് മൊത്തം പ്രശ്നം ഉണ്ടായെന്ന് ഇങ്ങനെ പറയും. എന്ന് വെച്ചാൽ ബൈഅത്ത് ഉണ്ടല്ലോ, ബൈഅത്ത് ഒരു വാക്കാണ്, അതൊരു കലിമത്താണ് എന്ന് പറയും. ആ കലിമത്ത് അങ്ങോട്ട് സമ്മതിച്ചെന്നാൽ ആ പ്രശ്നം മൊത്തം തീർന്ന് ബൈഅത്ത് ചെയ്താൽ. അപ്പോൾ അതിൽ റിപ്ലൈ ആയിട്ടൊരു കവിത ഇങ്ങനെ പലപ്പോഴും ചരിത്രത്തിൽ പറയാറുണ്ട്. ഒരു വാക്കെന്ന് പറഞ്ഞാൽ എന്താ? സ്വർഗത്തിലേക്കുള്ള കവാടം ഒരു വാക്കാണ്, നരകത്തിലേക്കുള്ളതൊരു വാക്കാണ്, ഒരു മനുഷ്യനും തമ്മിലുള്ളത് ചിലപ്പോൾ ഒരു വാക്കാണ്. അങ്ങനെ മൊത്തം ഒരു വാക്കാണ്. ആ വാക്ക് മോശമായ പോയില്ലേ, അതുകൊണ്ട് ആ വാക്ക് എനിക്ക് തരാൻ കഴിയില്ല, രാജാവാണെന്ന് അല്ലെങ്കിൽ അമീറാണെന്ന് സമ്മതിക്കാൻ കഴിയില്ല. അപ്പോൾ ആ ഒരു വാക്ക് അത്രയും വാല്യൂ ഉണ്ട് ഹിസ്റ്ററിയിൽ. പക്ഷെ ഇന്നെന്താണ്? ആർക്കും എന്തും പറയാം, എന്തും സംസാരിക്കാം. അപ്പം അതുപോലെ നാവ് കേട്ടോ, വാക്ക് മാത്രമല്ല, ഞാൻ പറഞ്ഞു വരുന്നത് നാവിൻ്റെ കാര്യമാണ്. ഒരുപാട് ചർച്ച ഇങ്ങനെ ഒരു നാവുണ്ട്. ഇതാണ് അതുപോലെ തന്നെ ഇപ്പം അടുത്ത് ആക്സിഡന്റ് ആയിട്ട് മരണപ്പെട്ട ജുനൈദ് ജുനു ഇല്ലേ? അപ്പൊ ആള് ഒരു കേസിൽ പീഡന കേസ് സ്വന്തമായിട്ട് അക്യൂസ്ഡ് ചെയ്യപ്പെട്ടു. അപ്പൊ ഞാൻ എന്നിട്ട് ആ ന്യൂസ് വന്ന ശേഷം ഞാൻ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുത്തിട്ട് നോക്കി. വമ്പം ആൾക്കെതിരെ ഭയങ്കര വിദ്വേഷപരമായിട്ടുള്ള ഫുൾ കമന്റ്സ്, ഇയാൾ ഇങ്ങനെയാണ് അങ്ങനെയാണ് അങ്ങനെ ഭയങ്കര സംഭവം നടക്കുന്ന സമയത്ത് ഞാൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ. അപ്പോൾ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ന്യൂസ് ആണല്ലോ. നമ്മളിങ്ങനെ ആത്മാവില് ഇതൊക്കെ കണ്ട് ഭയങ്കരമായിട്ട് ആഘോഷിച്ചിരുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു ട്രാപ്പിൽ കുടുങ്ങുന്നു. അയാളെ കുറിച്ച് ഇങ്ങനെ ഒരു അക്യൂസേഷൻ വരുന്നു, ആളുകൾ അതൊക്കെ ഏറ്റെടുക്കുന്നു. ഫുള്ള് അയാളുടെ വീഡിയോ പിന്നെ റീപോസ്റ്റ് ചെയ്യുന്ന ആളുകൾ പല നിലക്കും റീപോസ്റ്റ് ചെയ്ത്. പറഞ്ഞപ്പോൾ ട്രാപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ വളരെ സൂക്ഷ്മമായിട്ട് എനിക്ക് തോന്നി. സാധാരണ ആൾക്കാർ എന്താ പറയാ, അങ്ങനെ ചെയ്ത് എന്നാ പറയാ, ട്രാപ്പ് നമ്മൾ ശ്രദ്ധിച്ചല്ലോ. അപ്പോൾ
ആളുകൾ ഇതൊക്കെ റീപോസ്റ്റ് ചെയ്ത് പല കമൻറ്റുകൾ വെച്ച് റീപോസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ 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 അതിനെക്കുറിച്ച് പലരും ഹെയ്റ്റായിട്ട് ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഗ്രൂപ്പിൽ അന്ന് ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന ഒരാൾ മെസ്സേജ് അയച്ച് ഞാനതൊന്നും ശ്രദ്ധിക്കുന്നില്ല, കാരണം ഇനി എന്താണ് ഇതിൻ്റെ എന്താ അയാളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ന്യായീകരിക്കാൻ വേണ്ടി അയാൾ ചെയ്യോ ചെയ്യാതിരിക്കുകയോ ചെയ്യട്ടെ, അതെന്തോ ആയിക്കോട്ടെ, ഇതിൽ ഇനി കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു റിസൾട്ട് വരുന്നവരെ അതിനെക്കുറിച്ച് മിണ്ടാതിരിക്കുക എന്ന് പറയുന്നതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ മാന്യത. അയാൾ അത് പ്രാക്ടീസ് ചെയ്തിട്ടാണോ റിലീജിയൻ പ്രാക്ടീസ് ചെയ്തിട്ടാണോ അങ്ങനെ പറഞ്ഞതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്കത് ഭയങ്കര വാല്യൂബിളായി തോന്നി. എന്തൊക്കെ നമ്മളൊരു സംഭവം ഉണ്ടാക്കുമ്പോൾ നമ്മളെ അഭിപ്രായം പറയാൻ നമ്മളായിട്ട് ചാടും അയിമക്ക്. എന്നിട്ട് ഈ ജുനൈദിന്റെ ഇഷ്യൂല് എന്താ അതിന് ശേഷം എന്താണ് അതില് ആക്സിഡന്റ് ആയിട്ട് മരണപ്പെട്ടതിന് ശേഷം ഞാൻ അക്കൗണ്ട് എടുത്ത് നോക്കി, അപ്പൊ അതിന്റെ ഇടയിൽ മാപ്പ് തരണേ സഹോദര എന്ന് പറഞ്ഞിട്ട് പിന്നെ ഫുള്ള് അങ്ങനെ പുറത്ത് തരണേ, ഞാൻ എന്താണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇതാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഫുള്ള് ഇങ്ങനത്തെ ഒരു കമന്റ്സ് ആണ്. കുറച്ച് ദിവസം ഭയങ്കര ഇടങ്ങാറായി ഫീൽ ചെയ്തത്. അതായത് എനിക്കും ഭയങ്കര പേടിയുള്ളൊരു സാധനം അതാണ്. നമ്മളെ ആളുകൾ പല നിലക്കും ജഡ്ജ് ചെയ്യും. നമ്മളെ വിചാരിക്കാത്തതിൻ്റെ പേരിൽ, നമ്മളങ്ങനെ ഒരു നീയത്തില്ലാത്തതിൻ്റെ പേരിൽ ആളുകൾ നമ്മളങ്ങനെ ഇത് നിരത്തിലൂടെ വലിച്ചയക്കുന്ന പോലെയാണല്ലോ കമൻറ്റിൽ നമ്മളിങ്ങനെ ഹെയ്റ്റ് ചെയ്ത് നമ്മളങ്ങനെ ഇടങ്ങാറാക്കാന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾ എത്ര പ്രയാസം അനുഭവിക്കുന്നുണ്ടാവും. നമ്മൾ ചിലപ്പോൾ വളരെ കൂളായിട്ട് ഒരു റൂമിലിരുന്ന് ആരെയും ആലോചിക്കാതെ ചെയ്യുന്ന ഓരോ കമൻറ്റുകളായിരിക്കും. നമ്മൾ ചിലപ്പോൾ 5 വക്ത് നിസ്കരിക്കുന്നുണ്ടാവും, അത് കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് വന്നിരിക്കുമ്പോഴായിരിക്കും ആ കമൻറ്റൊക്കെ ചെയ്യുന്നത്. പക്ഷേ എന്ത് ഉൽമാണ് അത് പ്രചരിപ്പിക്കുന്നത്, ഒരാളുടെ മനസ്സിലെന്ത് ഹെയ്റ്റാണ്, എന്ത് പ്രയാസമാണ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ നമ്മളിങ്ങനെ ചിലപ്പോൾ നല്ല മനുഷ്യന്മാരായിരിക്കും ജീവിതത്തിൽ കാണുമ്പോൾ, പക്ഷേ സോഷ്യൽ മീഡിയയിൽ വേറെ ആൾക്കാർ. ഇപ്പോൾ ഞാൻ ഈ വിഷയം പഠിക്കാൻ വേണ്ടിയിട്ട് പോഡ്കാസ്റ്റിലിരിക്കുമ്പോൾ ഈ ഒരു ഹദീസ് ഇങ്ങനെ വായിച്ച് തജിദു മിൻ ശർരിൻ നാസി യൗമൽ ഖിയാമ ഇൻദല്ലാഹ് ദൽ വജ്ഹൈൻ, 2 മുകളുള്ള ആളുകളെ എന്താ അവരെന്താണ് അല്ലദീ യഅതി ഹൗലാഇ ബിവജ്ഹിൻ വഹൗലാഇ ബിവജ്ഹിൻ, 2 മുകളുള്ള ആളുകളുണ്ട്, അവരെ അള്ളാഹ് ഒരു നിലക്കും പരിഗണിക്കൂല. അവർ ആ ജനങ്ങളിൽ ഏറ്റവും പ്രയാസമുള്ള ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ആളുകളായിരിക്കും എന്നിങ്ങനെ പറഞ്ഞിട്ട് ആ ഹദീസ് ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇടങ്ങാറായി ഫീൽ ചെയ്ത്. ഇന്നോടും കൂടിയാണല്ലോ നമ്മൾ സോഷ്യൽ മീഡിയയിൽ എങ്ങനെ നിൽക്കുന്നത്, ഞാൻ ആളുകളോട് എങ്ങനെ സംസാരിക്കുന്നത്, സോഷ്യൽ മീഡിയയിൽ മാത്രം നമ്മളെ കാണുന്ന ഒരാൾ എങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഇങ്ങനെ ആലോചിച്ച് എനിക്കിങ്ങനെ ഭയങ്കര ഇടങ്ങാറായി പോകുന്നു. ഈ ദൽ വജ്ഹീൻ 2 ഫേസസ്, ആളുകളുടെ മുമ്പിലൊരു വജ്ഹ്, വേറെ ആളുകളുടെ മുമ്പിലൊരു വജ്ഹ്. ഇവിടെ നഷ്ടം എന്നുള്ളതിൻ്റെ അപ്പുറത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടി ബേസിക്കലി ആഖിറത്തിലാണ് ഏറ്റവും വലിയ നഷ്ടം. അൽ മുഫ്ലിസു എന്ന് പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, അതദ്റൂന മനിൽ മുഫ്ലിസ്, ഒരുപാട് പ്രവൃത്തി ചെയ്തിട്ടുണ്ടാവും. മുഫ്ലിസ് എന്ന് പറയും പാപ്പരായ വ്യക്തി എന്ന് പറയുന്നത് കുറേ പ്രവൃത്തികളൊക്കെ ആയിട്ട് വരുന്നു, പക്ഷേ അവൻ്റെ ലക്ഷ്യം അതേപോലെ തന്നെ അവന് ചെയ്തതൊക്കെ വേറെ അർത്ഥത്തിലാണ് എന്നുള്ളത്. ആ പ്രവൃത്തികളൊക്കെ പാപ്പരായി പോകുന്ന അത് നമുക്ക് സെൽഫായിട്ട് ആലോചിക്കുക, മാറ്റുക, അതേ ചെയ്യാൻ കഴിയുള്ളൂ. ഒരിക്കലും നമ്മൾ മറ്റൊരാളെ എന്താ പറയുക അയാൾ 2 ഫേസുള്ള ആളാണ് അല്ലെങ്കിൽ അയാൾക്ക് വേറൊരു മുഖം ഉണ്ട് എന്നുള്ളത് നമ്മൾ എത്ര ജഡ്ജ് ചെയ്താലൊന്നും കാര്യമില്ല. അയാൾ ഉള്ളിലാണ് അത് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ പലപ്പോഴും ഈ 2 മുഖമുള്ള ആളുകളെ കുറിച്ച് പറയുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു മുഖവും നമ്മളെ പരിസരത്തൊക്കെ ഒരു മുഖവും എന്ന് വേണമെങ്കിൽ കൽപ്പിക്കാം. അപ്പോൾ എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു ഫേസ് ഉണ്ട് എല്ലാവരും കാണുന്ന, അതിനപ്പുറത്ത് വേറൊരു ഫേസ് ഞാൻ നിങ്ങളെ ഇടയിലൊക്കെ ഉള്ള എൻ്റെ കൂടെ ജീവിക്കുന്ന, ഞാൻ എപ്പോഴും കൂടെയുള്ള ഫാമിലി, ക്ലോസ് ഫ്രണ്ട്സ്, കസിൻസ്, ഇതൊക്കെ ഉള്ള ഒരു മുഖം, അത് വേറെ. ഇത് 2 ഫേസാണ് പലപ്പോഴും കാണുക. പക്ഷെ ഇതല്ലാതെ ശരിക്ക് ഞാൻ മനസ്സിലാക്കിയത് ഇതിൻ്റെ ഉള്ളിൽ എൻ്റെ ഉള്ളിലൊരു മുഖമുണ്ട്. ഞാൻ പലപ്പോഴും ആളുകളെ നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ചിന്തിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഒരാളൊരു യൂണിവേഴ്സ് ആണല്ലോ, എല്ലാവരും എത്ര വലുതായിട്ടുള്ള ആൾക്കാരൊക്കെ ഓരോ യൂണിവേഴ്സ് അല്ല, കോടാനുകോടി കാര്യങ്ങൾ ആൾക്കാരെയും തലയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ അങ്ങനെ ഒരു മുഖമാണ് ഒന്നും കൂടി. അപ്പം നമ്മുടെ ഉള്ളിലുള്ള മുഖം അത് ഭയങ്കര പ്രശ്നമായിട്ടുള്ള ഒരു സാധനം. ഇപ്പോഴത്തെ ഒരു കോട്ട് വെച്ചിരുന്നു, അതായത് മനുഷ്യന്മാർക്ക് 3 മുഖങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ മുഖം നാട്ടുകാർക്കും വീട്ടുകാർക്കും കുടുംബക്കാർക്കും എല്ലാവർക്കും അറിയുന്ന ഒരു മുഖം. രണ്ടാമത്തെ ഒരു മുഖം അത് എനിക്കും എൻ്റെ വളരെ അടുത്ത എൻ്റെ വീട്ടുകാർക്ക് മാത്രം അറിയുന്ന ഒരു മുഖം. മൂന്നാമത്തെ ഒരു മുഖം ഞാനും എനിക്ക് മാത്രം അറിയുന്നൊരു മുഖമായിരിക്കും. അത് ചിലപ്പോൾ നമ്മളെക്കാളധികം അതാകെ അറിയുക നമ്മുടെ പാർട്ട്ണറായിരിക്കും. അതിൻ്റെ അപ്പുറം ആ മുഖം വേറെ ദുനിയാവിലൊരു മനുഷ്യനും അറിയണ്ടാവില്ല. അപ്പം ഇതിങ്ങനെ ഈ മുഖങ്ങളുടെ ഇടയിൽ നമ്മളെങ്ങനെയൊക്കെയാണ് കളിക്കുന്നത്, നമ്മളെ ഈ ഒരു സിറും ബാത്തിനും സിറും എന്ന് പറയുമല്ലോ, രഹസ്യജീവിതവും പരസ്യജീവിതവും. രഹസ്യജീവിതം പരസ്യജീവിതത്തെക്കാൾ നന്നാക്കണേ എന്നൊക്കെ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമല്ലോ. അപ്പോൾ ഈ ഉമർ റളിയല്ലാഹുവിന്റെ സംഭവം അല്ലേ, അതായത് അബൂബക്കർ റളിയല്ലാഹു മരണശൈലിയിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം ഇനി അടുത്ത ആരെ ഖലീഫാക്കണം എന്നുള്ള ചർച്ച അവർ കേട്ടുള്ളൂ. അപ്പം ഇങ്ങനെ പല സ്വഹാബികളെയും
ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ അവരുടെ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് അബൂബക്കർ ഉസ്മാനോട് ചോദിച്ചു, എന്താണ് ഉമറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? അല്ലാഹുമ്മ ഇന്ന ശരീറത്തഹു ഖൈറും മിൻ അലാനിയതിഹി. അതായത് ഉമറിന്റെ ജീവിതം നോക്കി കഴിഞ്ഞാൽ എത്രത്തോളാണോ പരസ്യ ജീവിതത്തിൽ ആളുകളുടെ മുമ്പിൽ സൂക്ഷ്മത വലിക്കുന്നത്, അതിനേക്കാൾ അദ്ദേഹം രഹസ്യ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മൾ മാത്രം അറിയുന്ന ആ ഒരു സെക്കൻഡ് ഫേസ് അതിൽ എത്രയും സൂക്ഷ്മത കാണിക്കുന്നുണ്ട് എന്നാണ്. അപ്പം ഇതൊക്കെ നമുക്ക് ടെക്നോളജി വരുന്ന നമ്മുടെ ഈ കാലത്ത് ഇങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ ഇതൊക്കെ ഇങ്ങനെ തമ്മിൽ ഉൾട്ടായിട്ട് കണക്ട് ചെയ്യാൻ കഴിയും. എത്രത്തോളം ഞാൻ സോഷ്യൽ മീഡിയയിൽ എൻ്റെ എക്സ്പ്ലോർ പേജ് എങ്ങനെ എടുക്കുന്നത്, അതാണ് നമ്മുടെ മൈൻഡ് പറഞ്ഞത്. കല്യാണം ആലോചിക്കുമ്പോൾ എക്സ്പ്ലോർ പേജും കൂടി കാണിക്കാൻ തരും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഭയങ്കര ഇൻസൈറ്റ്. നമ്മളിതിങ്ങനെ കാര്യമായിട്ട് ആലോചിക്കണം. ഒരുപാട് ഹദീസുകളുണ്ട് കേട്ടോ. ഇത് മാത്രമല്ല, ഇപ്പോൾ നമുക്കറിയുന്ന എല്ലാ ഹദീസുകളും ഖുർആനായത്തുകളും ഇതായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മൾ പേഴ്സണലി നമ്മളൊക്കെ അറിയുന്ന സിമ്പിളായിട്ടുള്ള ആയത്തുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഇതായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരാൾ സോഷ്യൽ മീഡിയയിൽ എല്ലാം ചെയ്യുന്ന ആളാണ്, ഒരുപാട് കാര്യങ്ങൾ ഡൗട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ലതാണെന്ന് വിചാരിച്ച് ചെയ്യുന്ന ആളുകളുണ്ടാവും. പക്ഷെ ഒരുപക്ഷെ അത് ഇസ്ലാമിൽ അത് തെറ്റായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ ഹറാമായിട്ടുള്ള കാര്യങ്ങൾ അതൊന്നും പ്രശ്നമില്ല, ഇസ്ലാം പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ചെയ്യുന്നുണ്ടാവും. ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് ഒരുപാട് സാധനങ്ങൾ മടിയില്ലാതെ തെറ്റാന്ന് അറിഞ്ഞും ചെയ്യുന്നുണ്ടാവും. ഒരു ഹദീസില്ലേ നമ്മളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ടല്ലോ, ഇഫ്അൽ മാഷി, ഉളുപ്പില്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ ചെയ്തോ, ഇതാലം തസ്തഹി ഫഅൽ മാഷി, അതായത് ലജ്ജ ഇല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ ചെയ്തോ. അതായത് ഒരാളോട് ചോദിക്കുകയാണ്, ഡയറക്റ്റ്ലി ഇത് ചോദിക്കുകയാണ്, എന്നാൽ പിന്നെ ഇയാൾ ചെയ്തുവിട് എന്നുള്ള അർത്ഥത്തിൽ ഇസ്ലാം നമ്മളോട് സോഷ്യൽ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ടും നമ്മുടെ ഡേ ടു ഡേ ലൈഫായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് സാധനങ്ങൾ ഡെയിലി ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ കേൾക്കുന്ന പ്രാക്ടീസ് ചെയ്യുന്ന ഹദീസുകൾ, നിസ്കാരത്തിൽ നമ്മൾ എത്രത്തോളം പ്രാർത്ഥനകൾ, എത്രത്തോളം കാര്യങ്ങൾ പറയുന്നുണ്ട് പഠിച്ചവനോട്. ഒരായത്ത് എന്തായാലും നിർബന്ധമായിട്ടും ഖുർആൻ ഓതണം. അപ്പോൾ അതിലൊക്കെ നമ്മൾ ഓതുന്ന കാര്യങ്ങളൊക്കെയും ഡയറക്റ്റായിട്ട് ഇതിനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് എന്നുള്ളതാണ്.